എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ തലമുറയെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ജനറേഷനെ കുറിച്ചാണ് അല്ലെ. നമ്മൾക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ ജനറേഷനിൽ ഇന്നത്തെ സൊസൈറ്റിയിലെ ഏറ്റവും വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു മാധ്യമമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഏത് എക്സാമിനും കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുണ്ട് അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതും വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെ. നമുക്കറിയാം വളരെ മുമ്പ് വേർഷൻ മുതൽ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന വേർഷനിലാണോ വളരെ മുന്നേ ഉപയോഗിക്കുന്നത്? അല്ല. ഓരോ ജനറേഷനിലും കമ്പ്യൂട്ടേഴ്സിന് വന്ന അതിന്റെ മെമ്മറീസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ കാണും. ഓക്കെ, അപ്പോ കമ്പ്യൂട്ടർ തലമുറകളാണ്. ഓക്കെ, കമ്പ്യൂട്ടർ തലമുറകളെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് കമ്പ്യൂട്ടർ തലമുറയിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ. കമ്പ്യൂട്ടറിന്റെ ആദ്യ തലമുറ ദാറ്റ് മീൻസ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ അല്ലെ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഏതാണ്? വാക്വം ട്യൂബ് ആണ്. ഓക്കെ, വാക്വം ട്യൂബ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഏതാണ്? വാക്വം ട്യൂബ് ആണ്. ഏതാണ്? വാക്വം ട്യൂബ്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ തലമുറകൾ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വളരെയധികം തറവ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ തലമുറയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്പ്യൂട്ടറിന്റെ ആദ്യ തലമുറ ദാറ്റ് മീൻസ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടെക്നിക്സ് ഏതാണ്? വാക്വം ട്യൂബിലൂടെയാണ് കമ്പ്യൂട്ടർ ടെക്നിക്സ് ദാറ്റ് മീൻസ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പോയിന്റ്, കമ്പ്യൂട്ടറിന്റെ രണ്ടാം തലമുറയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ അല്ലെ. സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്നോളജി എന്താണ്? ട്രാൻസിസ്റ്റർ ആണ് അല്ലെ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ നിങ്ങൾ ചോദിക്കാം ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ജനറേഷൻ ഏതാണ് ചോദിച്ചാൽ ഏതാ എഴുതുക? സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ്. ദാറ്റ് മീൻസ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ഏത് യൂസ് ചെയ്യുക? ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? വാക്വം ട്യൂബ് ആണ്. ഏതാണ്? വാക്വം ട്യൂബ്. സെക്കൻഡ് ജനറേഷനിലാണെങ്കിൽ ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. ഏതാണ്? ട്രാൻസിസ്റ്റർ. അപ്പൊ രണ്ടെണ്ണം ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ ആണ് ഏതാണ്? അപ്പൊ നോക്കോളൂ, വാക്വം ട്യൂബ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്നോളജി ഏതാണ്? വാക്വം ട്യൂബ് ആണ്. ഇതിലൂടെയാണ് കമ്പ്യൂട്ടർ പ്രവർത്തനം. ദാറ്റ് മീൻസ് ഇന്ന് കാണുന്ന രീതിയിലല്ല. ദാറ്റ് മീൻസ് ഇതിങ്ങനെയാണ് പ്രവർത്തനങ്ങൾ. ദാറ്റ് മീൻസ് കാര്യങ്ങൾ കോഡീകരിച്ചിട്ടുണ്ടായിരുന്നതും. പിന്നെ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ്? ട്രാൻസിസ്റ്ററിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? മനസ്സിലായോ? ട്രാൻസിസ്റ്റർ ഏതാണെന്നുള്ളത് നമുക്ക് പിക്ചറൈസിലൂടെ മനസ്സിലാക്കാം. വാക്വം ട്യൂബ് കണ്ടോ, അതൊരു ട്യൂബ് പോലെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ്? 3 പിൻ രൂപത്തിലാണ്. ട്രാൻസിസ്റ്റർ കണ്ടിട്ടില്ലേ നമ്മൾ ഫിസിക്സിലൊക്കെ? ട്രാൻസിസ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത്തരം ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ പുരോഗമിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കമ്പ്യൂട്ടറിന്റെ മൂന്നാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? കമ്പ്യൂട്ടറിന്റെ മൂന്നാം തലമുറയിൽ ഉപയോഗിച്ചിരുന്നത് IC ചിപ്സ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടെക്നോളജി ദാറ്റ് മീൻസ് ടെക്നിക്ക് ഏതാണ്? IC ചിപ്സ് ആണ്. ഏതാണ്? IC ചിപ്സ് ആണ് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ മൂന്നാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്നറിയപ്പെടുന്ന ഏതാണ്? IC ചിപ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടറിന്റെ നാലാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ദാറ്റ് മീൻസ് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ. ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ഏതാണ്? VLSI that means micro processor എന്നാണ് അറിയപ്പെടുന്നത്. VLSI micro processor. അപ്പോൾ ഈ VLSI യുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം. ഏതാണ്?
വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഏതാണ് VLSI, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. അതിൽ ഉപയോഗിക്കുന്ന ഏതാണ് മൈക്രോ പ്രോസസർ. അപ്പൊ VLSI മൈക്രോ പ്രോസസർ ആണ് ഏതിൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ടെക്നിക്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഏതാണ് VLSI മൈക്രോ പ്രോസസർ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ നോക്കിക്കോളൂ, IC ചിപ്സ് അല്ലെ, എങ്ങനെയൊക്കെയാണ് IC ചിപ്സ്, അതിന്റെ പിക്ചർ ആണത്. IC ചിപ്സ് എങ്ങനെയാണ് എന്നുള്ളത്, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന IC ചിപ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താ ഈ VLSI മൈക്രോ പ്രോസസർ ആയിട്ട് അറിയപ്പെടുന്നത്, VLSI മൈക്രോ പ്രോസസർ എന്താണ് എന്നുള്ളതിന്റെ പിക്ചർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഓരോ ജനറേഷനിലും ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. കമ്പ്യൂട്ടറിന്റെ 5ാം തലമുറയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? 5ാം തലമുറയിലെ വിദ്യ ഏതാണ്? ഘടകം മൈക്രോ പ്രോസസർ ആണ്. ഏതാണ് മൈക്രോ പ്രോസസർ അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ഏതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ 5th ജനറേഷൻ തലമുറയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്സ് ഏതാണ്? 5ാം തലമുറയിൽ ഏതാണ്? മൈക്രോ പ്രോസസർ ഇന്റഗ്രേറ്റഡ് മീൻസ് മൈക്രോ പ്രോസസർ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ഏതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക് ആയിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ. കമ്പ്യൂട്ടറിന്റെ 5ാം തലമുറയുടെ സവിശേഷത എന്താണ്? ദാറ്റ് മീൻസ് 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ, AL എന്ന് പറയുന്നത്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി അല്ലെ, ആണ് ഏതിന്റെ സവിശേഷതയായിട്ട് അറിയപ്പെടുന്നത്? കമ്പ്യൂട്ടറിന്റെ 5ാം തലമുറയുടെ സവിശേഷതയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? നമ്മളിത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? ആരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ്? ആരാണ്? ജോൺ മക്കാർത്തി ആണ് കേട്ടോ. ആരാണ്? ഇത് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന PSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? ജോൺ മക്കാർത്തി ആണ്. ആരാണ്? ജോൺ മക്കാർത്തി. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓക്കെ, അപ്പൊ ഇതാണ് മൈക്രോ പ്രോസസർ. ഓക്കെ, ഇതാണ് മൈക്രോ പ്രോസസറിന്റെ ഒരു ചിഹ്നമായിട്ട് നമുക്ക് ഒരു സിംബൽ ആയിട്ട് അറിയപ്പെടുന്ന ഏതാണ്? മൈക്രോ പ്രോസസർ ആണ്. ഇതിലൂടെയാണ് കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസർ ആണ് അറിയപ്പെടുന്നത്. ഇനി നമ്മള് ജോൺ മെക്കാർത്തി, ഇദ്ദേഹമാണ് ജോൺ മെക്കാർത്തി. ആരാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളരെയധികം അറിയപ്പെടുന്നത്, ഇതിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ജോൺ മെക്കാർത്തി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്ന വ്യക്തിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 5ാം ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ വളരെയധികം എന്താണ് പെക്യൂലിയർ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആ കൃത്രിമ ബുദ്ധി നിർമ്മിച്ച വ്യക്തി ആരാണ്? മീൻസ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ മെക്കാർത്തി ആണ്. ആരാണ്? ജോൺ മെക്കാർത്തി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ ഓരോ ജനറേഷന്റെയും പിതാവ് ആരാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ട്രാൻസിസ്റ്റർ ഓരോ ജനറേഷനിലും നമ്മൾ യൂസ് ചെയ്തത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കമ്പ്യൂട്ടർ തലമുറയിൽ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വാക്വം ട്യൂബ് ആണ്. പിന്നെ 2ാം തലമുറയിൽ ഉപയോഗിച്ചിരുന്നത് ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? അതിന് 2ന്റെയും പിക്ചറൈസേഷൻ കാണിച്ചു അല്ലെ. വാക്വം ട്യൂബ്, ട്രാൻസിസ്റ്റർ കാണിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടറിന്റെ 3ാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ IC ചിപ്സ് ആണ്. തലമുറയിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്നറിയപ്പെടുന്നത് IC ചിപ്സ് ആണ്. പിന്നെ 4ാം തലമുറയിൽ ഉപയോഗിച്ചിരുന്നത് ഏതാണ്? VLSI അഥവാ മൈക്രോ പ്രോസസർ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അഥവാ VLSI മൈക്രോ പ്രോസസർ. ഏതാണ്? മൈക്രോ പ്രോസസർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? അതിന്റെയൊക്കെ പിക്ചർ ആണ്. VLSI മൈക്രോ പ്രോസസറിന്റെ പിക്ചർ നോക്കിക്കോളൂ, IC ചിപ്സിന്റെ പിക്ചർ നോക്കിക്കോളൂ അല്ലെ. വളരെയധികം വ്യക്തമായിട്ട് കാണുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 5ാം തലമുറയിൽ ഉപയോഗിച്ചിരുന്നത് മൈക്രോ പ്രോസസർ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ഏതിൽ ഉപയോഗിച്ചത്?
ഉപയോഗിച്ചിരുന്നത്? 5ാം തലമുറയിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പിന്നെ 5ാം തലമുറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അഥവാ കൃത്രിമ ബുദ്ധിയാണ്. AL എന്നറിയപ്പെടുന്ന ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ജോൺ മെക്കാർത്തി ആണ്. ഇതാണ് മൈക്രോ പ്രൊസസറിന്റെ പിക്ചർ കേട്ടോ. മൈക്രോ പ്രൊസസറിന്റെ പിക്ചർ ഇതാണ്. അദ്ദേഹം ജോൺ മെക്കാർത്തി കേട്ടോ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോ നമ്മുടെ എയിംസ് സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കുന്ന ഒരു സുവർണ അവസരം. കേട്ടറ്റ്, LPUP, അതുപോലെ തന്നെ ജനറൽ PSC തുടങ്ങിയവയുടെ പ്രീമിയം ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ ദാറ്റ് മീൻസ് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിലേക്കുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല, കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് 450 പേര് വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല, LPUPക്ക് 250 പരം ആളുകളും വിജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 റിസൾട്ട് ആണ് എയിംസ് സ്റ്റഡി സെന്റർ കാഴ്ചവെച്ചത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാൻ, നിങ്ങൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നമ്പർ 9446537080. ഓക്കെ, നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് ആണ്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യകാല കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന യന്ത്രം ഏതാണ്? അബാക്കസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ അബാക്കസ് വഴിയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറും ആദ്യകാലത്ത് കണക്കൂട്ടാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? അബാക്കസ് ആണ് കേട്ടോ. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആരാണ്? ENIAC ആണ് അല്ലെ. ENIAC ആണ് ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഏതാണ്? ENIAC. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെ. പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ആൾട്ടയർ 8800 അല്ലെ. ആൾട്ടയർ 8800 ആണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ആൾട്ടയർ 8800. ഓക്കെ, നെക്സ്റ്റ് വൺ, മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ഏതാണ്? നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശകുന്തള ദേവി അല്ലെ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശകുന്തള ദേവി. ഓക്കെ, അപ്പോ അതാണ് അബാക്കസ്. മനസ്സിലായോ? അബാക്കസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ആദ്യം കണക്ക് കൂട്ടലിന് ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഏത്? അബാക്കസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇതാണ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ആദ്യത്തെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അഥവാ ENIAC എന്നറിയപ്പെടുന്നത് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ദാറ്റ് മീൻസ് പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ. ഇതാണ് ENIACന്റെ ഒരു പിക്ചർ ഫോർമാറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ് ആൾട്ടയർ 8800 പറഞ്ഞില്ലേ? ആൾട്ടയർ, ഇതാണ് ആൾട്ടയറിന്റെ ഫോർമാറ്റ് അല്ലെ. ആൾട്ടയർ ഫോർമാറ്റ് എന്താണ്? 8800. ഇതാണ് ആൾട്ടയറിന്റെ ഫോർമാറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിന്റെ ഫോർമാറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ശകുന്തള ദേവി. മനുഷ്യ കമ്പ്യൂട്ടർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഹ്യൂമൻസ് കമ്പ്യൂട്ടർ എന്നിവരെ അറിയപ്പെടുന്നു. വളരെയധികം ഇവര് ജനിച്ചത് ബാംഗ്ലൂരിലാണ്. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് ഇവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഇവര് എന്ത് ചെയ്തു? ചെറുപ്പകാലം മുതൽ തന്നെ വളരെയധികം മെമ്മറി ചെയ്യാനുള്ള, ദാറ്റ് മീൻസ് ഒരു മാത്തമാറ്റീഷ്യനും ആണ്, ഒരു റൈറ്റർ ആണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു വളരെയധികം മെന്റൽ എബിലിറ്റി കൂടിയ ഒരു വ്യക്തിയാണ് അല്ലെ. വളരെ ചുരുങ്ങിയ 28 സെക്കൻഡ് കൊണ്ട് തന്നെ ഏകദേശം ഒരു 13 ഡിജിറ്റ്സ് നമ്പർ ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? മനുഷ്യ കമ്പ്യൂട്ടർ, ഹ്യൂമൻസ് കമ്പ്യൂട്ടർ എന്ന പേരിലാണ് ഇവരെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? ശകുന്തള ദേവിയാണ്. നെക്സ്റ്റ് നോക്കോളൂ, ശകുന്തള ദേവിയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഏതാണ് അല്ലെ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവിയുടെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? ഫിഗറിംഗ് ദ ജോയ് ഓഫ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ അവര് നമ്പേഴ്സ് മെമ്മറി ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ബുക്സ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫിഗറിംഗ് ദ ജോയ് ഓഫ് നമ്പേഴ്സ്. എന്താണ്? ഫിഗറിംഗ് ദ ജോയ് ഓഫ് നമ്പേഴ്സ്. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്. രണ്ട് വ്യത്യാസമുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ്, കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്നെയാണ്? അലൻ ട്യൂറിംഗ് തന്നെയാണ്. ഓക്കെ, അതേപോലെ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരെന്നെയാണ്? വിവര സാങ്കേതിക വിദ്യ ക്ലോഡ് ഷാനൻ ആണ്. ആരാണ്? ക്ലോഡ് ഷാനൻ ആണ് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്.
ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാണ് ആര്? നമ്മുടെ രാജീവ് ഗാന്ധി അല്ലെ? നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പൊ ഇതാണ് അലൻ ട്യൂറിംഗ്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറിന്റെ പിതാവ്, കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. അപ്പൊ ഇദ്ദേഹമാണ് അലൻ ട്യൂറിംഗ്. ഇതാരാണ്? നമ്മുടെ ക്ലോഡ് ഷാനൻ അല്ലെ? ക്ലോഡ് ഷാനന്റെ പിക്ചറാണ് ഇദ്ദേഹം. ഇതാണ് ക്ലോഡ് ഷാനൻ. നെക്സ്റ്റ് നമ്മുടെ രാജീവ് ഗാന്ധി അല്ലെ? വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിലെ കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അദ്ദേഹത്തിനെ നമ്മൾ അറിയപ്പെടുന്നു. നെക്സ്റ്റ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മള് ഏതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ? ആദ്യകാല കണക്കുകൂട്ടാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന യന്ത്രം ഏതാണ്? അബാക്കസ് ആണ്. പിന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ചോദിച്ചാൽ ഏതാണ്? ENIAC ആണ് ആദ്യത്തെ ഇലക്ട്രിക് കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ആൾട്ടയർ 8800. ആൾട്ടയർ ഏതാണ്? 8800 ആണ് ആദ്യമായിട്ട് പേഴ്സണൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ശകുന്തള ദേവിയാണ്. മനുഷ്യ കമ്പ്യൂട്ടർ ശകുന്തള ദേവി. ബാക്സിന്റെ പിക്ചർ ആണ്. നെക്സ്റ്റ് ഏതാണ്? നമ്മളുടെ ENIACന്റെ പിക്ചർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ആൾട്ടയർ പേഴ്സണൽ കമ്പ്യൂട്ടർ. പിന്നെ ശകുന്തള ദേവി അല്ലെ? മനുഷ്യ ഹ്യൂമൻസ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. പിന്നെ അവരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഫിഗറിംഗ് ദ ജോയ് ഓഫ് നമ്പേഴ്സ്. ഏതാണ്? ഫിഗറിംഗ് ദ ജോയ് ഓഫ് നമ്പേഴ്സ് ആണ് ശകുന്തള ദേവിയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്. പിന്നെ കമ്പ്യൂട്ടറിന്റെ പിതാവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഏതാണ്? അലൻ ട്യൂറിംഗ് ആണ്. ഏതാണ്? അലൻ ട്യൂറിംഗ്. പിന്നെ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ക്ലോഡ് ഷാനൻ ആണ്. ആരാണ്? ക്ലോഡ് ഷാനൻ ആണ് വിവര സാങ്കേതിക. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കുക. കമ്പ്യൂട്ടറിന്റെ പിതാവും വിവര സാങ്കേതിക വിദ്യയുടെ പിതാവും രണ്ടും വേറെ വേറെയാണ് കേട്ടോ. ക്ലോഡ് ഷാനൻ ആണ്. പിന്നെ ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം രാജീവ് ഗാന്ധി. പിന്നെ അവരുടെയൊക്കെ പിക്ചർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, വൃത്തിയായിട്ട് കമ്പ്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ടോപ്പിക് വൃത്തിയായിട്ട് പഠിക്കുക. അത് മാത്രമല്ല ഈ വീഡിയോ കാണുക, മുഴുവനായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.